ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ജെല്ലി മിഠായിയുടെ റെസിപ്പി ആയിട്ടാണ്. ഞാനൊക്കെ ചെറുതാകുമ്പോൾ എനിക്ക് മിഠായികൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ കൂടുതലും കഴിച്ചിട്ടുണ്ടായിരുന്ന ഒരു മിഠായിയാണ് കേട്ടോ ഈ ജെല്ലി മിഠായി. അപ്പോൾ എല്ലാ കുട്ടികൾക്കും പൊതുവേ ഈ ഒരു മിഠായിയോട് കുറച്ച് കൂടുതൽ അടുപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കുന്നതിന് പകരം നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു ജെല്ലി മിഠായി നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറയുന്നില്ല, എന്നാലും നമുക്ക് വാങ്ങിച്ചിട്ട് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ജെല്ലി മിഠായി നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ജെലാറ്റിൻ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ജെല്ലി മിഠായി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ജെലാറ്റിൻ വെച്ചിട്ടാവുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഏത് ഷേപ്പിനനുസരിച്ച് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലും അതേ പെർഫെക്ഷനോട് കൂടിയിട്ട് തന്നെ നമുക്ക് വീട്ടിലും ഇതേപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിവിക്കുട്ടന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അവന് മിഠായിയോട് പൊതുവേ കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ജെല്ലി മിഠായി അവന് ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. അവൻ കഴിക്കുന്നതും ആദ്യമായിട്ടാണ്. അപ്പോൾ ഇഷ്ടമാവും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം കാണാനും ഭംഗിയാണ്, അതുപോലെ തന്നെ നമ്മൾ കഴിക്കുമ്പോൾ ഒരു പുതിയൊരു ഫീലുമാണ് ആ ഒരു ജെല്ലിയുടെ ആ ഒരു കടിക്കുമ്പോൾ ഉള്ള ഒരു ഫീല്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും, വീഡിയോസൊന്നും മിസ് ചെയ്യാതെ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു ജെല്ലി മിഠായി ഉണ്ടാക്കുന്നത് കാണാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ജെലാറ്റിനാണ് വേണ്ടത്. ഞാനിവിടെ അൺഫ്ലേവേർഡ് ജെലാറ്റിനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, ഫുഡ് ഗ്രേഡിൻ്റെ. അപ്പോൾ ഇപ്പോൾ ജെല്ലി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ഫ്ലേവേഴ്സിലൊക്കെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഇതിൽ ഫ്ലേവേഴ്സും അതുപോലെ കളറൊക്കെ ചേർക്കേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് ജെലാറ്റിൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ജെലാറ്റിനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് പ്ലെയിൻ വെള്ളം വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുതിർത്തിയെടുക്കണം. കുറച്ച് സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് നല്ലപോലെ കുതിർന്ന് കിട്ടും. ഇളക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം മാറ്റി വയ്ക്കാൻ കേട്ടോ. അതിനുശേഷം ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാരയിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ, കൂടുതലാവരുത്. എന്നിട്ട് നമുക്ക് സ്റ്റൗവ് കത്തിച്ചിട്ട് പഞ്ചസാര ഒന്ന് ആദ്യം മെൽറ്റ് ചെയ്തെടുക്കണം. ആ പഞ്ചസാര അലിഞ്ഞ് നല്ല ഒരു നൂൽ പരുവം ആവേണ്ട ആവശ്യമില്ല, എന്നാലും കുറച്ച് ആ വെള്ളമൊക്കെ വറ്റി കുറച്ചൊന്ന് തിക്കാവണം നമ്മുടെ ഈ ഒരു പഞ്ചസാരയുടെ പാനി. അപ്പോൾ കുറച്ച് സമയം നമുക്ക് നന്നായിട്ടത് ഇളക്കി ഇതുണ്ടോ ഇങ്ങനെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഇതേ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് സമയം കൂടി ഒന്നിങ്ങനെ നന്നായിട്ട് തിളച്ചതുണ്ടോ ഈ ഒരു പരിവായിട്ട് കിട്ടണം, കുറച്ചൊരു തിക്കായിട്ട് കിട്ടണം. അപ്പോൾ അങ്ങനെ തിക്കായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ജെലാറ്റിൻ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ പുളി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി നാരങ്ങ നീര്. ഇനി അതൊന്ന് ജസ്റ്റ് നന്നായി തിളച്ച് പൊങ്ങി വരണം. ആ ജെലാറ്റിനൊക്കെ കുറച്ചൊക്കെ ഒന്ന് വെന്ത് വരണം കേട്ടോ. അപ്പോൾ അത് നന്നായി തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനിതൊരു 3 ബൗളിലേക്കായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. കാരണം 3 കളറിലും 3 ഫ്ലേവറിലുമാണ് ഞാൻ ഈ ഒരു ജെല്ലി മിഠായി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈക്വൽ എമൗണ്ടിൽ നമുക്ക് 3 ബൗളിലേക്കും ഈ ഒരു ജെലാറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫ്ലേവറിലായിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കാണാനും കുറച്ച് ഭംഗിയാണ്, അതുപോലെ ഓരോ ഫ്ലേവർ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഞാനിതാ 3 ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഫ്ലേവറും അതുപോലെ തന്നെ കളറും ആഡ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ബൗളിലേക്ക് ഞാൻ മാംഗോ എസൻസ് ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് യെല്ലോ കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, മാംഗോ എസൻസ് ആയതുകൊണ്ട്. ഇനി നെക്സ്റ്റിലേക്ക് ഞാൻ സ്ട്രോബെറി എസൻസ് ആണ് ചേർക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് റെഡ് കളറ് ചേർക്കുന്നുണ്ട്. കളറ് വേണമെങ്കിൽ ചേർത്താൽ മതി, ഞാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്തത് ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ. അപ്പോൾ 3ാമത്തെ ബൗളിലേക്ക് ഞാൻ ഗ്രീൻ കളറാണ് ചേർത്തത്. അതിൻ്റെ കൂട്ടത്തിൽ വാനില എസൻസ് ആണ് കേട്ടോ ആഡ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം, നല്ല പോലെ മിക്സ് ചെയ്ത് കിട്ടണം കേട്ടോ. അപ്പോൾ ഞാൻ ആ 3 ബൗളിലത്തെയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു സിലിക്കൺ മൗൾഡ് ഉണ്ട്, ഓരോ ഷേപ്പിലുള്ളത്. അപ്പോൾ കുറച്ച് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ഓരോ കളറിൽ ഒഴിച്ചു കൊടുക്കാം.
ഇപ്പോൾ ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിൽ ഐസ് ട്രേ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അതിലും ചെയ്തെടുക്കുന്നുണ്ട്, ഇതിലും ചെയ്തെടുക്കുന്നുണ്ട്. കാണാൻ കുറച്ച് ഭംഗിക്ക്, ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഐസ് ട്രേയിൽ ഇതാ ചെയ്തെടുക്കുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ നമ്മൾ കുറേശ്ശെ ഓരോ കള്ളിയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് പുറത്ത് വെച്ചാലും സെറ്റാവും, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ജെല്ലി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ, നല്ലൊരു ഷൈനിങ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ഒരു കത്തി വെച്ചിട്ട് ഒന്ന് സൈഡൊന്ന് വിടിയിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതൊന്ന് അടർത്തിയെടുക്കാൻ പറ്റും. കണ്ടോ, ഇതാ ഈ ഒരു രീതിയിൽ നല്ല സിമ്പിളായിട്ട് നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു സിംഹത്തിൻ്റെ ഷേപ്പിലുള്ള ജെല്ലി മിഠായിയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ ഒരു കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അതുപോലെ ഇത് ടെഡി ബിയറിൻ്റെയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ ജെല്ലി മിഠായി അടർത്തിയെടുക്കാം. അതുപോലെ ഐസ് ട്രേയിലേക്ക് അടർത്തിയെടുത്തിട്ട് ഇതാ ഇങ്ങനെ ഒരു പ്ലേറ്റിൽ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ, കുട്ടികൾക്കും നല്ല ഇഷ്ടമാവും കാണാനും അതുപോലെ തന്നെ കഴിക്കാനും. അപ്പോൾ നമ്മുടെ ജെല്ലി മിഠായികളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനത് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്, കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് ആ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതിന് ശേഷം നിവിക്കൂട്ടൻ്റെ കയ്യിൽ ആ പ്ലേറ്റോടുകൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൾ നല്ലൊരു എക്സൈറ്റ്മെൻറ്റിലാണ്. ഇങ്ങനത്തെ മിഠായി ആദ്യമായിട്ടാണ് ആൾ കാണുന്നത്. അപ്പോൾ എല്ലാം ഇങ്ങനെ ബൊമ്മക്കുട്ടികളിലൊക്കെ ഷേപ്പിലാകുമ്പോൾ നല്ല ഇഷ്ടമായിട്ടുണ്ട് നിവിക്കൂട്ടന്. അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കാൻ പറയുമ്പോൾ ഒന്ന് അങ്ങനെ എടുത്തിട്ട് വായിലിട്ടു. അപ്പോൾ ആദ്യം ആ ഒരു എക്സ്പ്രഷൻ കണ്ടു, ചവയ്ക്കുമ്പോൾ ഉള്ളൊരു എക്സ്പ്രഷൻ, എന്നിട്ട് സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.